പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല പാഠഭാഗങ്ങളും വെറും 3-4 ദിവസം ഉണ്ട്. ഇനി ആ ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കണം. അപ്പോൾ ഈ ടഫ് വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഒഴിവാക്കാതെ ഞാനിതെങ്ങനെ പഠിച്ചെടുക്കും, എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാനിതെങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം നോക്കുക നിങ്ങൾ. തേർഡ് ടേം ഓഫ് ആൻ AS ഈസ് 25. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. മിഡിൽ ടേം നിങ്ങൾക്ക് തരും. 5 ടേംസിൻ്റെ സമ്മ് കാണണം. 5 ടേം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം മൂന്നാമത്തെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തേർഡ് ടേം 25 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സം കാണാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. മിഡിൽ ടേം തന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം, സം കാണുമെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് കാണണം. അപ്പോൾ ഇവിടെ മിഡിൽ ടേം 25 തന്നത്. അപ്പോൾ 25 × 5 കാണണം. 125 ആൻസർ. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ ഇതേ ചോദ്യം ആയിരിക്കില്ല, പക്ഷെ മിഡിൽ ടേം വെച്ചുകൊണ്ട് സം കാണാനുള്ള ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു എളുപ്പമുള്ള ഒരു ചോദ്യം മീഡിയൻ കാണാനാണ്. മീഡിയൻ കാണാനുള്ള ചോദ്യം നമുക്ക് വരാറുണ്ട്. പിന്നെ 60, 40, 25, 55, 63, 46, 32, 48 ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു 8 കുട്ടികളുടെ മാർക്കാണ് തന്നത്. അപ്പോൾ അതിൽ മീഡിയൻ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതും, ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ ഈ നടുവിൽ വരുന്നത് ഏതാണോ അതാണ് മീഡിയൻ. അപ്പം നടുക്ക് വരുന്നത് 2 ഡാറ്റ, നമ്പർ ഓഫ് ഡാറ്റ ഈവൺ ആകുമ്പോൾ നടുവിൽ 2 എണ്ണം വരും. അപ്പോൾ എന്ത് ചെയ്യണം, 2 കൂടി ആഡ് ചെയ്ത് /2 കണ്ടിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിൻ്റെ മീഡിയൻ എഴുതാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. എന്തായാലും പരീക്ഷയ്ക്ക് വരും മീഡിയൻ കാണാൻ. അപ്പം മിഡിൽ 2 ഡാറ്റ വന്നാൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് /2 കണ്ടാൽ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയി പഠിക്കുക. ഓക്കെ, താങ്ക് യു.